തൃശ്ശൂരിലേക്ക് പോകണം. അവിടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇതിഹാസമായ IM വിജയൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോഹം അത് സാക്ഷാത്കരിക്കപ്പെടുകയാണ് നാളെ തൃശ്ശൂർ കോർപ്പറേഷൻ ഗ്രൗണ്ട് വേദിയിൽ. എന്താണെന്നല്ലേ, ഫുട്ബോൾ ലോകത്തേക്ക് തനിക്ക് വഴികാട്ടിയത് ആരാണെന്ന് ചോദിച്ചാൽ IM വിജയൻ എപ്പോഴും പറയുന്നൊരു പേരുണ്ട്, അത് അമ്മ കൊച്ചമ്മുവിൻ്റെയാണ്. അവരുടെ സ്മരണയിൽ നാളെ സെവൻസ് ഫുട്ബോൾ തൃശ്ശൂരിൽ അരങ്ങേറുകയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് തൃശ്ശൂർ നഗരം ഒരു ഫുട്ബോൾ മേളയ്ക്ക് വേദിയാകുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്നതാണ് ഇതിന്റെ മുദ്രാവാക്യം. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നാളെ നടക്കാൻ പോകുന്നു. സ്വന്തം മാതാവിൻ്റെ പേരിലുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ്. താൻ ഏറെ കാലമായി മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒന്നാണ്. തൻ്റെ ജീവിതത്തെ ഇങ്ങനെ വാർത്തെടുക്കുന്നതിൽ മാതാവാണ് പ്രധാനമായ കാരണമായതെന്ന് പലതവണ IM വിജയൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നാളെ ഈ തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുക. അപ്പോൾ IM വിജയൻ നമ്മോടൊപ്പം ചേരുന്നു. ഇത് എത്ര കാലത്തൊരു മോഹമാണത്? ഇല്ല, അത് അമ്മ മരിച്ചപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ടൂർണമെൻ്റ് ഒന്ന് നടത്തണം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ടീമിൽ കളിച്ച കുറേ ക്ലബ്ബുകളുണ്ട്, സെവൻസ് കളിച്ചത്. പക്ഷെ അവരൊന്നും എടുത്തില്ല. എപ്പോഴും ഷെഫ്സിൻ്റെ മാനേജർ പ്രദീപ് പറഞ്ഞു അമ്മയുടെ പേരിൽ ടൂർണമെൻറ്റ് നടക്കണേ. ഞാൻ പറഞ്ഞു ഞാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാനാണ്, ഇതിൻ്റെ ഉള്ളിൽ എനിക്കൊന്നും ചെയ്യാൻ. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് നടത്തുന്നതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മയുടെ പേരിലായാലും ഞാനിങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പല നമ്മൾ തന്നെ കഴിഞ്ഞ ഒരു അഭിമുഖത്ത് പറഞ്ഞു അമ്മയാണ് വിജയൻ എന്ന വ്യക്തിയിലെ ഫുട്ബോൾ എന്നല്ല സ്വന്തം വഴിക്ക് വിടാൻ തീരുമാനിച്ചത് അല്ലേ? അവന് പന്ത് കളിക്കാൻ അറിയുള്ളൂ, അവനതിനെ വിട്ടേക്ക്. ഞാനും ബലമായിട്ട് പിടിച്ച് പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇപ്പോഴത്തെ മാതാപിതാക്കൾ അതാണ്, മക്കൾക്ക് ഏത് ഇഷ്ടം അതിലെ വിടുക. അല്ലാണ്ട് അവരെ നിർബന്ധിച്ച് ഇങ്ങനെ ഇതിലും കൊണ്ട് ചേർത്തുമ്പോഴാണ് ഇപ്പോൾ ഈ ലഹരിക്ക്. ഞങ്ങളുടെ തീം തന്നെ ഇങ്ങനെയാണ്, പന്താണ് ലഹരി. ഇതിൻ്റെ ഈ ഒരു മത്സരം അതിനും കൂടിയുള്ള ഒരു വേദിയാക്കി മാറ്റാണ്. തീർച്ചയായിട്ടും ലഹരിക്ക് എതിരെ തന്നെയാണ് മെയിനായിട്ട്. ഈ മത്സരം എങ്ങനെയൊക്കെ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇല്ല, ഡെയിലി ഓരോ മാച്ച്. അത് പിന്നെ അറിയാലോ, മലപ്പുറത്തൊക്കെ നടക്കണമല്ലോ സെവൻസ്. മൊത്തത്തെ ടീമുകൾ 20 ടീമായിരുന്നു, അതിന് 17 ടീമാക്കി. കാരണം സമയം കുറവുണ്ട്. പിന്നെ അപ്പോൾ ഫ്ലഡ് ലൈറ്റ് തന്നെ അത് രാത്രി തന്നെ കളി. നീണ്ട കാലത്തിന് ശേഷം ഒരു പക്ഷേ തൃശ്ശൂരിനെ വീണ്ടും ഒരു ഫുട്ബോളിൻ്റെ ഒരു ആവേശത്തിൽ കൊണ്ടുവരാൻ ഒരു പക്ഷേ ഈ മത്സരം കൊണ്ട് സാധിക്കും. തീർച്ചയായിട്ടും. കാരണം അത്രയും നല്ല പ്ലേയേഴ്സ്, ഫോറിൻ പ്ലേയേഴ്സും അതുപോലത്തെ സെവൻസിലെ കിങ് ടീംസൊക്കെ വന്ന് അത്രയും നല്ല ടീമുകളൊന്ന് കളിക്കുക. കളി നല്ല രസമായിരിക്കും. പിന്നെ സെവൻസ് കാണാം. ഞാൻ പഠിക്കുന്ന ഒരു IM വിജയനായതെന്ന് പറഞ്ഞ് പന്ത് കളിക്കാരനായത് തന്നെ സെവൻസിലൂടെ. ഏതായാലും വരുന്ന ഏതാനും ദിവസങ്ങൾ തൃശ്ശൂർ ഒരു ഫുട്ബോളിൻ്റെ ഒരു ആവേശത്തിലേക്ക്. പണ്ടൊക്കെ തൃശ്ശൂർ നിരന്തരമായ ഫുട്ബോൾ മത്സരങ്ങൾ നടന്നിരുന്നു, പിന്നെ ഇടക്കാലത്ത് ഇല്ലാതായിരുന്നു. IM വിജയനിലൂടെ IM വിജയൻ്റെ മാതാവിൻ്റെ പേരിൽ നടക്കുന്ന ഒരു ഫുട്ബോൾ മേളയിലൂടെ അത് വീണ്ടും തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കാളികളാവാൻ യുവാക്കളെ കൂടി പങ്കെടുപ്പിക്കുന്ന ഒരു മേളയായി മാറും ഈ ഫുട്ബോൾ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. നാളെ വൈകിട്ട് ഇത് ആരംഭിക്കുകയാണ്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.